നമസ്കാരം, സുജി കുഴുമ്പിലാണ്. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വാഴച്ചാൽ വെള്ളച്ചാട്ടം. ആ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഹലോ ഗൈസ്, നമ്മളങ്ങനെ വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കവാടവും കടന്നാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണുവാൻ പോകുന്നത്. ഈ കവാടത്തിന്റെ പരിസരമൊക്കെ ഇങ്ങനെ തന്നെയാണ്, കൊടും കാടാണ്. ഈ വെള്ളച്ചാട്ടം ഉള്ളതുകൊണ്ട് മാത്രം കുറച്ച് ഫോറസ്റ്റിന്റെ കെട്ടിടങ്ങളും അതുപോലെ ചെക്ക് പോസ്റ്റും ഒക്കെയാണ് ഇവിടെയുള്ളത്. ഞാൻ വന്ന ബസ്സാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണുന്നതിന് വേണ്ടിയുള്ള കാഴ്ചകളിലേക്ക് പോകാം. അങ്ങനെ കവാടവും കടന്ന് ഏകദേശം 200 മീറ്ററോളം സഞ്ചരിക്കണം വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക്. അതിന്റെ പരിസരമൊക്കെ ചെറിയൊരു ഗാർഡനൊക്കെ ആയി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ആതിരപ്പള്ളി പഞ്ചായത്തിലാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. ചാലക്കുടിയിൽ നിന്നും ഏകദേശം 36 കിലോമീറ്ററാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്ക്. അതുപോലെ തന്നെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തു നിന്നും 5 കിലോമീറ്റർ മാത്രമേ വാഴച്ചാലിലേക്കുള്ള ദൂരം. അങ്ങനെ നമ്മൾ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തി ഗൈസ്. നോക്കൂ ഗൈസ്, എത്ര സുന്ദരമായ കാഴ്ചകളാണ് ഈ വാഴച്ചാലിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഗൈസ്, ഏകദേശം 1/2 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഈ വാഴച്ചാലിലെ വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ ഗൈസ്, ഈ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലും പരിസരത്തുമായി ഏകദേശം 450ഓളം സിനിമകളാണ് ഇതുവരെ ചിത്രീകരിച്ചിരിക്കുന്നത്. നിരവധി സിനിമകൾ, ബാഹുബലി, കൃഷ്ണ, അങ്ങനെ വൈശാലി, അങ്ങനെ നിരവധി ചിത്രങ്ങൾ ഈ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ പരിസരത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഒരു അജ്ഞാത സുഹൃത്ത് കടന്നു പോകുന്നത് കാണാം. ഈ വെള്ളച്ചാട്ടം കാണുവാൻ 25 രൂപയാണ് ചാർജ്. മലക്കപ്പാറയ്ക്ക് പോകുന്ന ബസ്സിന് വന്നു കഴിഞ്ഞാൽ വാഴച്ചാലിൽ ഇറങ്ങാവുന്നതാണ്, വെള്ളച്ചാട്ടം കാണുവാനും സാധിക്കും. അല്ലെങ്കിൽ ആതിരപ്പള്ളി വരെ നിരവധി ബസ് സർവീസുകളുണ്ട്. അവിടുന്ന് 5 കിലോമീറ്റർ മാത്രമേ ഇങ്ങോട്ടുള്ള ദൂരമുള്ളൂ. ഒരു ഓട്ടോറിക്ഷ കൂട്ടിയാൽ തീർച്ചയായും വാഴച്ചാലിലും വന്നു പോകാം. കണ്ണിന്റെ ഫിലമെന്റ് അഴിച്ചു പോകുന്ന രീതിയിലുള്ള നയന സുന്ദരമായ കാഴ്ചയാണ് ഗൈസ്. ഇവിടെ തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് മറ്റൊരു വ്യൂ പോയിന്റാണ്. ആളുകൾ പുഴയിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിന് വേണ്ടി വേലിയൊക്കെ സുരക്ഷിതമായി തന്നെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ആളുകൾക്ക് പുഴയുടെ അടുത്തേക്ക് നിന്ന് ഫോട്ടോ എടുക്കാനും കാഴ്ചകൾ കാണുവാനെല്ലാം സൗകര്യം വനം വകുപ്പ് ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 1/2 കിലോമീറ്ററിന് മേലെയാണ് ഈ വെള്ളച്ചാട്ടം. ചാലക്കുടി പുഴയിലാണ് ഈ വെള്ളച്ചാട്ടമുള്ളത്. ഇതിന് മുകളിലായി ഒരു പുതിയ അണക്കെട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആലോചിക്കുന്നുമുണ്ട്. ഷോളയാർ വനമേഖലയിലാണ് ഈ വാഴച്ചാൽ വെള്ളച്ചാട്ടം. വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞാൻ പതുക്കെ
ഞങ്ങളുടെ വാഹനമുള്ള സ്ഥലത്തേക്ക് നടന്നു നീങ്ങുകയാണ്. ആദ്യം ഇറങ്ങിയ സ്ഥലത്തല്ല വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നത്, പുതിയൊരു സ്ഥലത്താണ്. അപ്പോൾ പുഴയുടെ സൈഡിലൂടെ എല്ലാം തന്നെ സ്റ്റീലിൻ്റെ സുരക്ഷിതമായ കൈവരികൾ സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. സഞ്ചാരികൾ തീർച്ചയായും പുഴയിലേക്ക് ഒരു കാരണവശാലും ഇറങ്ങാൻ പാടുള്ളതല്ല. മനോഹരമായ കാഴ്ചകൾ കണ്ട് മുമ്പോട്ട് പോവുക, അത്രമാത്രം. വെള്ളച്ചാട്ടങ്ങളിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ വരണം കേട്ടോ. ആ സമയത്ത് വന്നാലേ ഇവിടെ വെള്ളമൊക്കെ ഉണ്ടാവുള്ളൂ, മനോഹരമായ ഇതുപോലുള്ള കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.